ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൽത്തപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി കൽത്തപ്പം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് പച്ചരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 4 മണിക്കൂർ നേരം കുതിർത്ത് വെച്ച പച്ചരിയാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ചോറാണ്. ചോറിൻ്റെ അളവ് കൂടിപ്പോകരുത്. ഇനി വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 4-5 ഏലക്കായും പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ മാത്രമായിട്ട് കുറച്ച് ഉപ്പും പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അളവ് കൂടിപ്പോകരുത്. ഈ ഒരു പച്ചരിക്ക് ഒപ്പം നിൽക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അതിലും കുറച്ച് താഴെയായിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പരുവത്തിൽ വേണം മാവ് അരച്ചെടുക്കാനായിട്ട്. മാവ് ഒട്ടും ലൂസായി പോകാൻ പാടില്ല, കാരണം ഇതിലേക്ക് ഇനി ശർക്കരപ്പാനിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം മാവ് അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വേണ്ട ശർക്കരപ്പാനിയും കൂടി റെഡിയാക്കിയിട്ടെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 6 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇതിന് അത്യാവശ്യത്തിന് മധുരം ഉണ്ടാകും. ഇനി ഒരു അരിപ്പ വെച്ചിട്ട് ഈ മാവിലേക്ക് ചൂടോടുകൂടെ തന്നെ ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മാവ് കട്ട പിടിക്കും. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ശർക്കരപ്പാനി ഒരിക്കലും തണുത്ത് പോകാൻ പാടില്ല. ആ ചൂടോടുകൂടെ തന്നെ മാവിലേക്ക് ഒഴിക്കണം. ഇനി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. ഈ തേങ്ങാക്കൊത്ത് പകുതി മൂപ്പാകുമ്പോൾ കുറച്ച് ചെറിയുള്ളിയും കൂടി ചേർത്തിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. ഇനി ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ മൂത്തി വരുമ്പോൾ അതിന് ഒരു 2 ടീസ്പൂൺ ഇതുപോലെ ഒന്ന് മാറ്റി വെക്കുക. ഇനി കുക്കർ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മാവിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് കുക്കറിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ച ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, കുക്കർ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ മാവ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ കുക്കറിൻ്റെ അടപ്പടച്ച് വെച്ച് വിസിൽ ഊരിയിട്ട് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യുക. ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ കുക്കറിന് നന്നായിട്ട് ആവി വരാൻ തുടങ്ങും. ഈ സമയത്ത് ഫ്ലെയിം ഓഫാക്കുക. ഫ്ലെയിം ഓഫാക്കിയ ഉടനെ തന്നെ കുക്കർ തുറക്കാൻ പാടില്ല. ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാൻ പാടൂ. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം, ചൂടൊക്കെ ആറിയതിന് ശേഷം കുക്കറിൽ നിന്നും കൽത്തപ്പം മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായ ആരെടുത്ത കൽത്തപ്പം റെഡിയാക്കാൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ.